കഷ്ണമെല്ലാം ചിക്കൻ കറി വെക്കാൻ റെഡിയാക്കി. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടി മുറിച്ചു വിട്ടാൽ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ പൊട്ടറ്റോയിലിട്ട് വെച്ച്. ഇന്ന് എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിന്, അപ്പം കുറച്ച് ചിക്കനിൽ മല്ലിയിലയും കൂടി ഇട്ടു. അപ്പോൾ ഞാൻ ക്യാബേജ് തോരനും വെച്ചു. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സോനാ മസൂരി അരിയാണ് കേട്ടോ, സോനാ മസൂരി. അത് നെയ്ച്ചോറിൻ്റെ അരി പോലെ തന്നെയാണ്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് എളുപ്പമായില്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എളുപ്പപ്പണിക്ക് വേണ്ടി ആ ചോറ് വെക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറും അതിനെ കൊണ്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളതെല്ലാം കൂട്ടി ചോറ് കഴിച്ചു. അപ്പോഴേക്ക് രാവിലെ പോയതാണ് കേട്ടോ ഏട്ടൻ. വരുന്നത് ഇപ്പാന്ന് ഉച്ചയ്ക്ക് 2 മണി അതിന് വരുമ്പോൾ. നിമോഷിന് ഷൂസും ചെരുപ്പെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. എത്ര ഷൂസും ചെരുപ്പും വാങ്ങുന്നാലും 2 പ്രാവശ്യം ഇടുമ്പോഴേക്ക് കുഞ്ഞിക്ക് അത് ചെറുതാവും. കുട്ടികളെല്ലാം കാര്യം ഇങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചൊന്ന് കിടന്നിട്ടുണ്ടായി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊന്ന് രാജോക്രിയിലേക്ക് ഇറങ്ങി ഒന്ന് പിസ്സ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ പിസ്സ വാങ്ങി. ഇത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി ഗൈസ്. ഒരു ടേസ്റ്റും ഉണ്ടായില്ല. പിസ്സ ഒരു ഉപ്പോ അതിനൊരു ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടില്ല. വാങ്ങിച്ചിട്ട് വെറുതെ ആയിപ്പോയി. പിന്നെ വീട്ടിലേക്ക് ഒരു കോൺ പിസ്സ വാങ്ങിയിട്ടുണ്ടായിന്. അത് പിന്നെയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പനീർ പിസ്സ എന്തോ പിസ്സ ഭയങ്കര അബദ്ധമായിരുന്നത്. അപ്പോഴേക്ക് ജിതനേട്ടനും ആയിലും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ അതെല്ലാം പിസ്സയെല്ലാം കഴിച്ചു. പിന്നെ നമ്മളെന്തെല്ലോ സംസാരിച്ചു. പിന്നെ ഞാനിന്ന് വിചാരിച്ചു ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ജിതനേട്ടൻ നല്ലോണം കുക്ക് ചെയ്യും കേട്ടോ. ചിക്കൻ കറിയും പനീറും എല്ലാം നല്ല ടേസ്റ്റിൽ വെക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ജിതനേട്ടനോടാണ് ഇങ്ങനെ പനീർ കറി ഉണ്ടാക്കിക്കോ പറഞ്ഞ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ എന്തെല്ലോ കിച്ചണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നിമോഷ് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് വയ്ക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ് നോക്കാൻ വേണ്ടി കറി. അങ്ങനെ നമ്മൾ പനീർ കറി ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു. അങ്ങനെ ചപ്പാത്തി പനീർ കറിയെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ കഴിച്ചു. നമ്മൾ എന്തോ സിനിമ വെച്ചിട്ടുണ്ടായിട്ടാ, കാന്താരിയാണെന്നോ അറിയില്ല, എന്തോ സിനിമ വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ ചപ്പാത്തിയെല്ലാം കഴിച്ചു. പിന്നെ ഒന്നും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ജാക്കറ്റൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.